ഹായ് എവരിവൺ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലൗഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ക്ലൗഡ് എന്താണ്, ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണ്, സർട്ടിഫിക്കേഷൻ പാത്ത്, അതായത് അസ്യൂർ സർട്ടിഫിക്കേഷൻ പാത്ത്സ്. ഇന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ് അസ്യൂർ, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അസ്യൂർ ഡാറ്റാ സെന്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അസ്യൂർ ഡാറ്റാ സെന്റർ മേജറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളെ ഡെവലപ്പേഴ്സ് അതുപോലെ തന്നെ IT പ്രൊഫഷണലുകൾക്ക് ബിൽഡ്, ഡിപ്ലോയ് ആൻഡ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ എന്നിവ അസ്യൂർ ഡാറ്റാ സെന്ററിലൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഡാറ്റാ സെന്ററിലൂടെ യൂസ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് അസ്യൂർ എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ നമുക്ക് നോക്കാം. അസ്യൂർ ഈസ് എ കോംപ്രഹെൻസീവ് സെറ്റ് ഓഫ് ക്ലൗഡ് സർവീസസ് ദാറ്റ് ഡെവലപ്പേഴ്സ് ആൻഡ് IT പ്രൊഫഷണൽസ് യൂസ് ടു ബിൽഡ്, deploy and manage applications through Microsoft Global Network of Data Centers. അതായത് മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഡാറ്റാ സെന്ററിലൂടെ ഡെവലപ്പേഴ്സിനും അതുപോലെ തന്നെ IT പ്രൊഫഷണലുകൾക്കും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും അവരുടെ ആപ്ലിക്കേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അസ്യൂർ ഡാറ്റാ സെന്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അസ്യൂർ ഡാറ്റാ സെന്റർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ടത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന് എത്ര വലുപ്പം ഉണ്ടായിരിക്കും ശരിക്കും ഇത് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഇസ് എ ഡാറ്റാ സെന്റർ? ഡാറ്റാ സെന്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ സംഭവിക്കുക, അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുക, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിർവചിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒത്തിരി റാക്കുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് റാക്കുകൾ ഉണ്ടായിരിക്കും. ആ റാക്കിനകത്ത് ഒത്തിരി എന്തുണ്ടായിരിക്കും, സർവീസുകൾ, അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ള സ്റ്റോറേജുകൾ, അതുപോലെ തന്നെ റൗട്ടിംഗ്, സ്വിച്ചിങ്, ഇങ്ങനെ വരുന്ന എല്ലാ ഡിവൈസുകളും അടങ്ങിയിരിക്കുന്നതിനാണ് നമ്മൾ ഡാറ്റാ സെന്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വെർച്വൽ മെഷീനുകൾ, കമ്പ്യൂട്ടറുകൾ, അതുപോലെ തന്നെ നമുക്ക് വേണ്ട റിക്വയർമെന്റ്സുകൾ. അപ്പൊ ഇതിനകത്തൊക്കെ ഇങ്ങനെ ഈ റാക്ക് പോലെ ആയിരിക്കും അതിനകത്ത് അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, റാക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഓർഡറിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഡിവൈസുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എക്യുപ്മെന്റുകൾ വളരെ എന്ത് ചെയ്യുക, വളരെ ഈസി ആയിട്ട് അടുക്കി വെക്കാനുള്ള റാക്കുകൾ യൂസ് ചെയ്യുന്നത്. ഓരോ റാക്കിനും സെപ്പറേറ്റ് കൂളിംഗ് സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് പവറുകൾ ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനകത്തൊക്കെ എന്ത് സംഭവിക്കാം, ഒരുപാട് സർവീസുകൾ, ഏതൊക്കെ സർവീസ് ഉണ്ടായിരിക്കും, ഏതൊക്കെ ടൈപ്പ് കാറ്റഗറി ഉണ്ടാവാം, റാക്ക് മൗണ്ട് സെർവർ, അതുപോലെ തന്നെ ബ്ലൈഡ് സെർവർ, ഓക്കെ, ടവർ സെർവർ, ഇങ്ങനെയൊക്കെ പല ടൈപ്പ് എന്ത് സെർവറുകൾ ഉണ്ടായിരിക്കും, ഹാർഡ്വെയർ സെർവറുകൾ. ഓക്കെ, ഇതെല്ലാം കീപ്പ് ചെയ്ത് ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അസ്യൂർ ഡാറ്റാ സെന്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഡാറ്റാ സെന്ററിലൂടെ ഡെവലപ്പേഴ്സിനും IT പ്രൊഫഷണലുകൾക്കും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡിപ്ലോയ് ചെയ്യുക, അതുപോലെ തന്നെ മാനേജ്മെന്റ് ആപ്ലിക്കേഷനുകളെല്ലാം മാനേജ് ചെയ്യുക. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, വൺ ഓഫ് ദ മോസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലൗഡ് പ്രൊവൈഡർ യൂസ് ചെയ്യുന്നത്, അതാണ് അസ്യൂർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് നോക്കാം. അസ്യൂർ DC അല്ലെങ്കിൽ അസ്യൂർ DC മീൻസ് അസ്യൂർ ഡാറ്റാ സെന്റർ. ഓക്കെ, അസ്യൂർ ഡാറ്റാ സെന്ററിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പിക്ചേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവൈലബിൾ ആണ്. ഒന്ന് വേണം ചെക്ക് ചെയ്ത് നോക്കാം. അസ്യൂർ DC അല്ലെങ്കിൽ അസ്യൂർ ഡാറ്റാ സെന്റർ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്, അസ്യൂർ ഡാറ്റാ സെന്റർ. ഓക്കെ, അപ്പൊ അതിനകത്ത് അസ്യൂർ ഡാറ്റാ സെന്റർ ആകുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാം, മൈക്രോസോഫ്റ്റിന്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ അത് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും, നമുക്ക് അതിൽ നല്ലൊരു ഇമേജ് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതേ ഈ രൂപത്തിലായിരിക്കും അസ്യൂർ ഡാറ്റാ സെന്ററുകൾ വരിക. ഓക്കെ, കേട്ടോ, മൈക്രോസോഫ്റ്റ് സേസ് അസ്യൂർ ഔട്ടേജ് കോസ്റ്റ് ബൈ എന്ന സംഭവമാണ്, അത് ഡാറ്റാ സെന്റർ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഡാറ്റാ സെന്റേഴ്സ് ഈ രൂപത്തിലായിരിക്കും ഫിഗറുകൾ വരിക. അപ്പൊ അതിനകത്ത് എന്ത് സംഭവിക്കുക, അസ്യൂർ ഡാറ്റാ സെന്റർ കണ്ടോ. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുക, ഒരുപാട് റാക്കുകൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ റാക്കിനകത്ത് എന്താ വരുന്നത്, കമ്പനികൾക്ക് ആവശ്യമുള്ള റിസോഴ്സുകൾ, IT റിസോഴ്സുകൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിസോഴ്സുകളാണ് എന്ത് സംഭവിക്കുക. അപ്പൊ കമ്പ്യൂട്ടർ റിസോഴ്സുകൾ എന്താ വരാം, സെർവറുകൾ വരാം. ഓക്കെ, അതുപോലെ തന്നെ റൗട്ടറുകൾ, സ്വിച്ചുകൾ, അതുപോലെ തന്നെ നമുക്ക് വേണ്ട സ്റ്റോറേജുകൾ. ഓക്കെ, ഇതെല്ലാം അടങ്ങി വന്നിരിക്കുന്നതിനെ നമ്മൾ ഡാറ്റാ സെന്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ഇത്തരം അസ്യൂർ ഡാറ്റാ സെന്ററിലൂടെ പ്രൊഫഷണലുകൾക്കും, അതായത് IT പ്രൊഫഷണലുകൾക്കും ഡെവലപ്പേഴ്സിനും എന്ത് സംഭവിക്കുക, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡിപ്ലോയ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ സർവീസുകൾ, അതിൽ അവരുടെ ആപ്ലിക്കേഷനുകളൊക്കെ മാനേജ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കുന്നത്, അസ്യൂർ ഡാറ്റാ സെന്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എല്ലാ ക്ലൗഡ് പ്രൊവൈഡേഴ്സും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് പറയുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണ്, അസ്യൂർ മാത്രമല്ല, ഏത് വരാം, AWS വരാം, ഗൂഗിൾ ക്ലൗഡ് വരാം. ഓക്കെ, അപ്പൊ ഒത്തിരി ഡാറ്റാ സെന്റർ, അപ്പൊ ഈ രൂപത്തിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡാറ്റാ സെന്ററുകൾ കാണാം. ഓക്കെ, അപ്പൊ ഈ ഡാറ്റാ സെന്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൺ പ്രിമിസ് ആയിരിക്കുന്ന ഒരു ഫേമെന്നാണ് വിചാരിച്ചാൽ മതി. അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ ഓൺ പ്രിമിസ് ആയിരിക്കുന്ന
ഡാറ്റാ സെന്റർ ആണ്. ആ സെന്ററിലൂടെ എന്ത് സംഭവിക്കുക, അതർ കമ്പനികൾക്ക് അല്ലെങ്കിൽ IT പ്രൊഫഷണലുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്പേഴ്സിന് എന്ത് ചെയ്യാണ്, റെന്റിന് ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്ത് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ റെന്റിന് കമ്പ്യൂട്ടിംഗ് സർവീസുകൾ എന്ത് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് ആര് ശരിക്കും ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സിന്റെ ശരിക്കുള്ള ഒരു ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു ക്ലൗഡ് പ്രൊവൈഡർ ആവാം. പക്ഷെ എന്ത് വേണം, ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു ക്ലൗഡ് പ്രൊവൈഡർ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയാലും ഇതാണ് എന്ത് അസ്യൂർ ഡാറ്റാ സെന്റർ അല്ലെങ്കിൽ അസ്യൂർ ഡാറ്റാ സെന്റർ എന്ന പർപ്പസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ബെനിഫിറ്റ് എന്ന് നോക്കാം. ഓക്കെ, ദെൻ അപ്പൊ ഇവിടെ എത്ര ബെനിഫിറ്റ്? ഒരു 6 ബെനിഫിറ്റ് പറഞ്ഞിരിക്കുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബെനിഫിറ്റ്. ഫസ്റ്റ് കോസ്റ്റ്, സെക്കൻഡ് സ്പീഡ്, തേർഡ് ഗ്ലോബൽ സ്കെയിൽ, ആൻഡ് ഫോർത്ത് പ്രൊഡക്ടിവിറ്റി, then performance, then reliability. അപ്പോൾ ഇത്രയാണ് ഏതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ക്ലൗഡിന്റെ ബെനിഫിറ്റ്. വാട്ട് ഈസ് ദ കോസ്റ്റ്? ഓക്കെ, കോസ്റ്റ് വരെ ഇമ്പോർട്ടൻസ് ചെയ്യാം, ഒരു ഫാക്ടറാണ്. അപ്പൊ നിങ്ങളുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, അപ്പൊ ഇനീഷ്യൽ കോസ്റ്റ് ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പൊ ആ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഏത് വേണം, ക്ലൗഡ് എന്ന കോൺസെപ്റ്റ് വേണം. ഓക്കെ, അപ്പൊ കോസ്റ്റിന്റെ ശരിക്കുള്ള കോൺസെപ്റ്റ് അതാണ്. നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഒരു എഫിഷ്യന്റ് സെർവർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതിന് നല്ല എന്ത് ചെയ്യണം, നല്ലൊരു ഹാർഡ്വെയർ നമ്മൾ പർച്ചേസ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ എന്ത് സംഭവിക്കണം, നമുക്ക് അതിന്റെ ലൈസൻസിങ് വേറെ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അതിന്റെ റാം, ഹാർഡ് ഡിസ്ക് ഇതൊക്കെ സെപ്പറേറ്റ് എക്സ്പാൻഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ എന്ത് സംഭവിക്കും, ഇനീഷ്യൽ പേയ്മെന്റ് ഹെവി ആയിരിക്കും. അപ്പൊ സ്വന്തമായിട്ട് ഓൺ പ്രിമിസ് ഡാറ്റാ സെന്റർ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത്രയും എന്ത് ചെയ്യണം, ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇങ്ങനത്തെ സർട്ടിഫിക്കേഷൻ അല്ല ഇങ്ങനത്തെ ഹാർഡ്വെയറുകളെല്ലാം പർച്ചേസ് ചെയ്യണം. അപ്പൊ അതിന് പകരം ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾ റെന്റിന് തരികയാണ്, എന്ത് സംഭവിക്കുക, വിത്തിൻ സെക്കൻഡോട് ഇതെല്ലാം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്പീഡ്, ഗ്ലോബൽ സ്കെയിൽ, പ്രൊഡക്ടിവിറ്റി, പെർഫോമൻസ്, റിലയബിലിറ്റി, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി എന്താ ബെനിഫിറ്റുകളുണ്ട്. നമുക്ക് ഓരോന്നും വളരെ എന്ത് ചെയ്യാം, ഡീപ്ലി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ദ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എലിമിനേറ്റ്സ് ദ ക്യാപിറ്റൽ എക്സ്പെൻസ് of buying hardware and software and setting up and running on-site data centers. Okay, the racks of servers. അതുപോലെ തന്നെ the round the clock electricity for power and cooling the IT expert for managing the infrastructure at adds up cost. അപ്പോൾ ഇവിടെ ക്ലൗഡ് വരുമ്പോൾ എന്ത് മനസ്സിലാക്കും, ഇതെല്ലാം എലിമിനേറ്റ് ചെയ്യും. ഈ കോസ്റ്റുകളെല്ലാം എന്തൊക്കെയാണ് കോസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻസ്, അതുപോലെ തന്നെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റാക്സ് ഓഫ് സർവേസ്, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ IT എക്സ്പേർട്ട്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ശരിക്കും കമ്പനി അപേക്ഷിച്ച് കോസ്റ്റ് ആണ്. അപ്പൊ ഈ കോസ്റ്റുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുക, വളരെ ഈസി ആയിട്ട് നമ്മളൊരു കമ്പനി എന്ത് ചെയ്യാം, റൺ ചെയ്യാൻ പറ്റും. അപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന കോൺസെപ്റ്റ് വന്നതോടെ എന്ത് സംഭവിച്ചു, ഇതെല്ലാം എന്ത് ചെയ്യുക, കമ്പനികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയി അവരുടെ കോസ്റ്റ് എഫക്റ്റീവ് എന്ന കോൺസെപ്റ്റിലേക്ക് മാറി. അപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻസ് എന്ത് ചെയ്യും, നമുക്ക് കുറക്കാം. എങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻസ് ചെയ്തത്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം ഡാറ്റാ സെന്റേഴ്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, റാക്സ് ഓഫ് സർവീസ് വേണം, അത്രയും എന്ത് ചെയ്യും, സർവീസുകൾ, റാക്കുകൾ. ഓക്കെ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി. ഓക്കെ, അതുപോലെ തന്നെ കൂളിംഗ്, അതുപോലെ തന്നെ നല്ലൊരു എക്സ്പേർട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ടായിരിക്കും. അതായത് ആ ഓൺസൈറ്റ് ഡാറ്റാ സെന്റർ മാനേജ് ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ ക്ലൗഡ് വരുമ്പോൾ ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് എന്ത് ചെയ്യാം, കുറക്കാം. അടുത്ത സ്പീഡ്. മോസ്റ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് ആർ പ്രൊവൈഡ് സെൽഫ് സർവീസ് ആൻഡ് ഓൺ ഡിമാൻഡ്. So even vast amount of computing resource can be provisioned in minutes. Okay, typically with just a few mouse click, giving business a lot of flexibility and taking the pressure of capacity planning. Okay,
അതായത് ഇത് സ്പീഡ് അപ്പ് എന്ന കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ക്ലിക്ക് കൂടെ നമ്മുടെ എന്ത് ചെയ്യാം ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാൻ ചെയ്യാം, അത് നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സ്പാൻഷൻ ചെയ്യാൻ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആണ് ശരിക്കും ഏതാകുമ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആകുമ്പോൾ. ഓക്കെ, എന്നാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതായത് ചിലപ്പോൾ ഹാർഡ്വെയർ സപ്പോർട്ട് ചെയ്യത്തില്ല, അപ്പൊ നമ്മൾ എന്തെങ്കിലും പുതിയ ഹാർഡ്വെയർ പർച്ചേസ് ചെയ്യും, അപ്പൊ വേറെ കോസ്റ്റ് അവിടെ വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് എന്ത് ചെയ്യും, എക്സ്പാൻഷൻ ചെയ്യുക അല്ലെങ്കിൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്പീഡ് അപ്പ് ഇൻക്രീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏത് വരികയാണെങ്കിൽ നമ്മുടെ ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് അല്ല, നമ്മുടെ ഓൺ പ്രൊമൈസസ് ആയിരിക്കുന്ന ഡാറ്റാ സെന്റർ. അപ്പൊ ക്ലൗഡ് വരുമ്പോൾ എന്ത് സംഭവിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ മൗസ് ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതാണ് ടിപ്പിക്കലി വിത്ത് ജസ്റ്റ് എ ഫ്യൂ മൗസ് ക്ലിക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാര്യങ്ങൾക്ക് ഇൻ മിനിറ്റ്. Okay, computing resource can be provisioned in minute or typically with just a few mouse click, and that given business a lot of flexibility and taking the capacity planning. വളരെ ഈസി ആയിട്ട് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റിസോഴ്സുകൾ കമ്പ്യൂട്ടർ റിസോഴ്സുകൾ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റ് ആക്കി എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, സ്പീഡ് അപ്പ് കൂട്ടാം. നമ്മുടെ ഓരോ ഡിമാൻഡ് എന്താണോ അതിനനുസരിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്പീഡ് അപ്പ് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. അതാണ് നമ്മുടെ സ്പീഡിനെ കൺസെപ്റ്റ്. ഗ്ലോബൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ സംഭവിക്കേണ്ടത് എന്താണ്, റിസോഴ്സുകൾ. ഓക്കെ, IT റിസോഴ്സുകൾ കറക്റ്റ് ഏത് ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യാം, IT റിസോഴ്സ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ജോഗ്രഫിക്കലി ലൊക്കേഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ലൊക്കേഷനിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, മോർ ഓർ ലെസ് കമ്പ്യൂട്ടിംഗ് പവർ സ്റ്റോറേജ് ബാൻഡ് ഇതെല്ലാം നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ലൊക്കേഷനിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള ടൈമിൽ എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഫ്ലെക്സിബിലിറ്റിയാണ് അത്. എന്ത് ചെയ്യാം, ഇവിടെ സംഭവിക്കുന്നത് എബിലിറ്റി ടു സ്കെയിൽ എലാസ്റ്റിക്കലി. ഓക്കെ, അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് വളരെ ഈസി ആയിട്ട് എന്താണ് സ്കെയിലിംഗ് ചെയ്യാം, അത് എലാസ്റ്റിക്കലി ആണ്, അത് എക്സ്പാൻഷൻ ചെയ്യാൻ വളരെ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ആണ്. അപ്പൊ ഏത് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഏത് റൈറ്റ് ടൈമിലാണ് നമുക്ക് എന്ത് വേണ്ടത്, നമ്മുടെ IT റിസോഴ്സുകൾ എന്ത് സംഭവിക്കുന്നത്, നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ജോഗ്രഫിക്കൽ ലൊക്കേഷനിലേക്ക് വേണ്ടത് ആ ടൈമിലേക്ക് ആ ആവശ്യമുള്ള സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എന്താ പവർ സ്റ്റോറേജ് ബാൻഡ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സ്കെയിലിംഗ് ചെയ്യാം. അതാണ് ഗ്ലോബൽ സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ഓൺ സൈറ്റ് ഡാറ്റാ സെന്റർ typically require a lot of racking and stacking, hardware setup, software patching and other time consuming IT management jobs. Cloud computing removes the need for any of these tasks, so IT teams can spend time and on achieving more important business goal. Okay, നല്ലൊരു കോൺസെപ്റ്റ് ആണ് ഈ പ്രൊഡക്റ്റുകൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഓരോ ഡാറ്റാ സെന്ററുകൾ എന്ത് ചെയ്യണം, അപ്പോൾ റിക്വയർ ആണ് ഓരോ ഡാറ്റാ സെന്റർ അല്ലെങ്കിൽ ഡാറ്റാ സെന്റേഴ്സിന് ഓൺസൈറ്റ് ഡാറ്റാ സെന്റേഴ്സിന് എന്താണ് റിക്വയർ വന്നിരിക്കുന്നത്, റാക്കിംഗ് ആൻഡ് സ്റ്റാക്കിംഗ്, അതുപോലെ ഹാർഡ്വെയർ സെറ്റപ്പ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ നമ്മൾ തന്നെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഹാർഡ്വെയർ സെറ്റ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ഇംപ്ലിമെന്റേഷൻ ചെയ്യണം. അതിന് സോഫ്റ്റ്വെയർ പാച്ചിങ് നമ്മൾ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കാം, ഈ IT മാനേജ്മെന്റ് ജോബ്സ് എന്ത് സംഭവിക്കാം, അവിടെ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കിട്ടത്തില്ല. അപ്പോൾ ടൈം കൺസ്യൂമിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ടൈം ഭയങ്കര ഒരു പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ടൈം എന്ത് ചെയ്യാം, അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ ഓൺ ഡാറ്റാ സെന്റേഴ്സിന് നമുക്ക് എന്ത് ആവശ്യം വരും, റാക്കിംഗ് സ്റ്റാക്കിംഗ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ പാച്ചിങ്, അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ അതർ ടൈമിംഗ് പർപ്പസ് ഒക്കെ നമുക്ക് ഈ IT ജോബ്സ് അതിനു വേണ്ടി കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും, സ്പെൻഡ് ചെയ്യും. അത് IT മാനേജ്മെന്റ് അല്ലെങ്കിൽ IT എന്ത് ചെയ്യും, അഡ്മിനിസ്ട്രേറ്റർമാർ. ഓക്കെ, അതിൽ IT പ്രൊഫഷണലുകൾ എന്ത് സംഭവിക്കാം, ആ ഡാറ്റാ സെന്റർ അതിലേക്ക് എന്ത് ചെയ്യാം, മറ്റേ പാച്ച് അപ്ഡേറ്റ് ചെയ്യാൻ, സോഫ്റ്റ്വെയർ പാച്ചിങ് അപ്ഡേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ റാക്കിംഗ് എന്ത് ചെയ്യാം, ഹാർഡ്വെയർ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാനും, ഇതൊക്കെ ഒരുപാട് ടൈമുകൾ എടുക്കും. അപ്പൊ ആ ടൈമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റിമൂവ്സ് ദ നീഡ് ഓഫ് മെനി ദീസ് ടാസ്കുകൾ. ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ IT ടീംസിന് എന്ത് ചെയ്യാം, കൂടുതൽ ഏതിലൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ് ഗോളിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ആൾക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. The performance. Okay, the biggest cloud computing services run on a worldwide network of secure data centers, which are regularly upgraded to the latest generation of fast and efficient computing hardware. This offers several benefits over a single corporate data center, including reduced network latency for application and greater economics of scale. ഇത് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്ഗ്രേഡേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ,
വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ വളരെ എന്ത് ചെയ്യാം അപ്ഗ്രേഡേഷൻ ചെയ്യാം, എന്നിട്ട് പെർഫോമൻസ് എന്ത് ചെയ്യാം ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഏറ്റവും ബെറ്റർ ഒരു സിംഗിൾ കോർപ്പറേറ്റ്, അത് ഒരു കോർപ്പറേറ്റ് കമ്പനികൾക്ക് വളരെ എന്ത് ചെയ്യാം യൂസ്ഫുൾ ആണ് ശരിക്കും ഈ നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്ലൂഡ് റെഡ്യൂസ് നെറ്റ്വർക്ക് ലാറ്റൻസി ഫോർ ആപ്ലിക്കേഷൻ ആൻഡ് ഗ്രേറ്റർ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് നെറ്റ്വർക്ക് ലാറ്റൻസി വളരെയധികം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആപ്ലിക്കേഷൻ ബേസിലുള്ള നെറ്റ്വർക്ക് ലാറ്റൻസി വളരെയധികം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എക്കണോമിക്കലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോസ്റ്റ് വളരെ റെഡ്യൂസ് ചെയ്യാം. എന്നാൽ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ ക്ലൗഡ് കമ്പനി സർവീസ് വേൾഡ് വൈഡ് നെറ്റ്വർക്ക് സെക്യൂർ ഡാറ്റാ സെന്ററിലേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സെക്യൂർ ഡാറ്റാ സെന്ററുകൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ വിച്ച് ആർ റെഗുലർലി അപ്ഡേറ്റ് ടു ദ ലേറ്റസ്റ്റ് ജനറേഷൻ, ഓരോ ലേറ്റസ്റ്റ് ജനറേഷൻ മെത്തേഡിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അതാണ് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അങ്ങനെ നല്ല എഫിഷ്യന്റ് ആയ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലേക്ക് എന്ത് സംഭവിക്കും, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ഗ്രേഡേഷൻ ചെയ്യാൻ പറ്റും. അതാണ് പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വെർച്വൽ മെഷീൻ നമ്മൾ ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്ലൗഡിനകത്ത് ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെർച്വൽ മെഷീൻ സൈസ് പോരാ എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അതിന്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കപ്പാസിറ്റി കൂടിയ വെർച്വൽ മെഷീൻ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അപ്ഗ്രേഡേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ വെർച്വൽ മെഷീൻ സൈസ് എന്ന് പറയുന്നത് 1 GB, അതുപോലെ തന്നെ CPU 1 CPU 1 GB സ്പീഡ്, ഇതൊക്കെയാണ് നമ്മൾ നോർമൽ എന്തെങ്കിലും സംഭവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വെർച്വൽ മെഷീന്റെ സൈസ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് ഇതെല്ലാം എന്ത് ചെയ്യാം, ഈ വെർച്വൽ മെഷീന്റെ സൈസിനും അതേപോലെ തന്നെ 1 GB നിന്ന് എന്ത് ചെയ്യാം 2 GB 3 GB അങ്ങനെ എത്ര GB നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം അപ്ഗ്രേഡേഷൻ ചെയ്യാം. അതുപോലെ തന്നെ പ്രോസസറിന്റെ എണ്ണം, നമുക്ക് കോറിന്റെ എണ്ണം എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. ഇതൊക്കെയാണ് പെർഫോമൻസിന്റെ അഡ്വാൻറ്റേജ്. അതാണ് അത്രയും ഒരു. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നെറ്റ്വർക്ക് ലാറ്റൻസി. ഓക്കെ, നെറ്റ്വർക്ക് ലാറ്റൻസി എന്ന് പറയുന്നത് വളരെ സമയം എടുക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കാം, ഈ നെറ്റ്വർക്ക് ലാറ്റൻസി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫാസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ നന്നായിട്ട് യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റും. ഇതൊരു മെത്തേഡാണ്. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ബാക്കപ്പ് കോൺസെപ്റ്റ് ആണ്. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കപ്പ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മുടെ കമ്പനിയിലൊക്കെ ബാക്കപ്പ് ഉണ്ടായിരിക്കും. ബാക്കപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ കേസിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഒറിജിനൽ ഡാറ്റ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് തിരികെ എന്ത് ചെയ്യും, റീസ്റ്റോർ ചെയ്യാം. അതാണ് ബാക്കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മേക്സ് ഡാറ്റ ബാക്കപ്പ്, ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിസിനസ് കണ്ടിന്യൂസ്ലി ഈസിയർ ആൻഡ് ലെസ് എക്സ്പെൻസീവ് ബിക്കോസ് ഡാറ്റ ക്യാൻ ബി മിറേർഡ് at multiple redundant sites on the cloud providers network. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ഓൺ പ്രിമിസ് ഒരു കമ്പനിയാണ്, എന്ത് സംഭവിക്കണം, അവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഡാറ്റകൾ കീപ്പ് ചെയ്യാൻ ബാക്കപ്പ് സെർവർ യൂസ് ചെയ്യാം. ബാക്കപ്പ് സെർവർ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ബാക്കപ്പ് സെർവർ യൂസ് ചെയ്യുന്ന പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എന്ത് സംഭവിക്കാം, അപ്പോൾ ബാക്കപ്പ് സെർവർ യൂസ് ചെയ്യുന്നത് സംഭവിക്കണം, അതിനായിട്ടൊരു സെർവർ നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം ഒന്ന്. പിന്നെ അതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ ഒരു അഡ്മിൻ വേണം, രണ്ടാമത്തേത്. ഓക്കെ, അതേപോലെ തന്നെ എന്ത് സംഭവിക്കണം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാക്ക് സെർവർ ഒരു കമ്പനിയിൽ ഒരു ബാക്ക് സെർവർ ഉണ്ടായതുകൊണ്ട് എന്ത് സംഭവിക്കും, ആ ബാക്ക് സെർവർ എന്ത് ചെയ്യാം, ക്രാഷ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പ്രോബ്ലം വരും. അതുകൊണ്ട് നമ്മൾ എന്ത് സംഭവിക്കണം, ഈ നമ്മുടെ അതർ സൈറ്റിൽ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, ബാക്ക് സെർവർ നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റേഷൻ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇതിന്റെ ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യും, എവിടെ ഫിക്സ് ചെയ്യേണ്ടി വരും, ഈ സൈറ്റിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് എന്താ പ്രോബ്ലം വരിക, അതായത് ഇപ്പോ നമ്മൾ ഒരു സൈറ്റിൽ മാത്രമേ നമുക്ക് ബാക്കപ്പ് ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ ആ സൈറ്റിന് എന്ത് സംഭവിച്ചു, ക്രാഷ് എന്ന് വിചാരിക്കുക. അതായത് വല്ല എർത്തിക്വൊക്കെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കണം, അങ്ങനെ സംഭവിക്കണം, നമ്മൾ ബിൽഡിങ്ങിനെ തകർന്നു പോയി വിചാരിക്കുക. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻ എന്ത് സംഭവിക്കണം, ഇവിടെ നമുക്ക് അതർ സൈറ്റിൽ അല്ലെങ്കിൽ അതർ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷൻ എന്ത് സംഭവിക്കണം, ഇതിന്റെ ഡാറ്റ നമുക്ക് ഇത് ചെയ്യണം, കീപ്പ് ചെയ്യണം. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസാസ്റ്റർ റിക്കവറി എന്ന് പറയുന്നത്. അപ്പൊ ഡിസാസ്റ്റർ റിക്കവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു സൈറ്റ് ക്രാഷ് ആയാലും അല്ലെങ്കിൽ എർത്തിക്വൊക്കെ സംഭവിക്കാം, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ സേഫ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുക, ഇപ്പൊ ഇവിടെ ഈ ബാക്കപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം പറ്റുന്നത് കുഴപ്പമില്ല, എന്ത് സംഭവിക്കുക, അതിന്റെ സെയിം കോപ്പി ഉണ്ട് അതർ എന്ത് കൺട്രിയിലോ അല്ലെങ്കിൽ അതർ ലൊക്കേഷനിലോ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്ത് സംഭവിക്കും, ഇത് നമുക്ക് ഇംപ്ലിമെന്റേഷൻ ചെയ്യാം. അത് ഓൺ പ്രിമിസ് ആയിരിക്കുന്ന ഒരു കമ്പനിക്ക് ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. എന്നാൽ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് അത് വളരെ ഈസി, എന്താണ് ലെസ് എക്സ്പെൻസീവ്, നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം ഇംപ്ലിമെന്റേഷൻ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ഒരു ബിസിനസ് കണ്ടിന്യൂസ്ലി ഈസിയർ ആൻഡ് ലെസ് എക്സ്പെൻസീവ് എന്ന് പറയുന്നത് എന്താ സംഭവിക്കുക, നമ്മുടെ ബിസിനസ് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ലെസ് എക്സ്പെൻസീവ് ഇതെല്ലാം ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇവിടെ വരുന്നത് ബിക്കോസ് ഡാറ്റ ക്യാൻ ബി മിറേർഡ് ആൻഡ് മൾട്ടിപ്പിൾ റിഡൻഡന്റ് സൈറ്റ് ഓൺ എ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മിറർ എന്ന് പറയുന്നത് ഒരു കോപ്പിയാണ്. മിറർ എന്ത് ചെയ്യുക, ആ കോപ്പികളെല്ലാം മൾട്ടിപ്പിൾ റിഡൻഡന്റ് സൈറ്റ്, മനസ്സിലായി, മൾട്ടിപ്പിൾ സൈറ്റിനകത്ത് അവർ ഇതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അസ്യൂർ കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് കീപ്പ് ചെയ്യും. അതുകൊണ്ട് എന്ത് സംഭവിക്കുക, ലെസ് എക്സ്പെൻസീവ്, നമുക്ക് എന്ത് ചെയ്യാം, വളരെ എക്സ്പെൻസീവ് കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ റിലയബിലിറ്റി എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും നമ്മുടെ ഏതിന്റെ ക്ലൗഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൗഡ് ബെനിഫിറ്റ് ഏതൊക്കെയാണ്? കോസ്റ്റ്, സ്പീഡ്, പെർഫോമൻസ്, അതുപോലെ തന്നെ ഗ്ലോബൽ സ്കെയിൽ, പ്രൊഡക്ടിവിറ്റി, റിലയബിലിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ക്ലൗഡിങ്ങിന്റെ അല്ലെങ്കിൽ ക്ലൗഡ് പ്രൊവൈഡേഴ്സിന്റെ അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ക്ലൗഡിംഗ് സർവീസ്. ഓക്കെ, അതാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കേണ്ടത്. അതായത് ഈ സംഭവങ്ങൾ, ടൈപ്പ് ഓഫ് ക്ലൗഡ് സർവീസസ്, IaaS, PaaS, SaaS. ഓക്കെ, ഇതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.